ഹായ് അസ്സലാമു അലൈക്കും. ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ തൊടിയിലും അതുപോലെ തന്നെ പുല്ലുകളുടെ കൂട്ടത്തിലൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന സാധാരണ നമ്മളെന്നും കാണുന്ന ഒരു ചെടി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ചെടിയുടെ പേരാണ് നിലപ്പാല എന്നാണ് ഈ ഔഷധച്ചെടിയുടെ പേര്. ഔഷധച്ചെടി എന്ന് തന്നെ വിളിക്കണം, കാരണം ഒരുപാട് ഔഷധമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഒരുപാട് രോഗങ്ങൾക്ക്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഇത് വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ അമ്മൻ പച്ചരസി എന്നാണ് ഈ ചെടിയെ വിളിക്കുന്നത്, അമ്മൻ പച്ചരസി. നമ്മളിവിടെ നിലപ്പാല എന്നാണ് വിളിക്കുന്നത്. അവിടെ എളുപ്പത്തിൽ ഇത് കിട്ടാനും സാധിക്കും. നമ്മളിവിടെ ഓൺലൈനൊക്കെ ആയിട്ടാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു, ഷോപ്പിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് ഒരുപാട് ചർമ്മരോഗങ്ങൾക്കും അതുപോലെയുള്ള മുറിവുകൾ, അരിമ്പാറ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെ വളരെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ഈ ചെടിക്ക് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആസ്മയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധമാണ്. ആസ്മ പ്ലാന്റ് എന്നും കൂടി ഇതിന് പേരുണ്ട്, അതും കൂടെ ഈ ചെടിക്ക് പേരുണ്ട്. യൂഫോർബിയേസി എന്ന് പറഞ്ഞ കുടുംബത്തിലാണ് ഈ നിലപ്പാല എന്ന് പറഞ്ഞ ചെടി ജനിച്ചത്. യൂഫോർബിയ ഹിർട്ട എന്നാണ് നിലപ്പാലയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ നമ്മുടെ അരിമ്പാറക്കൊക്കെ ചർമ്മരോഗങ്ങൾക്കൊക്കെ വളരെ ഇതാണ്. ഈ കഴുത്തിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പാലുണ്ണി പോലുള്ളതിനൊക്കെ ഇത് പുരട്ടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് അടർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തവരും അഭിപ്രായം പറയുന്നുണ്ട് നിലപ്പാല വളരെ ഔഷധമാണെന്ന്. അപ്പോൾ ഇത് അതുപോലെ തന്നെ അണുബാധ കുറക്കാൻ, അതുപോലെ പനി, പിന്നെ ഈ നീരുവീക്കം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആൻറ്റിബാക്ടീരിക്കാണ്, ആൻറ്റി അമീബിക് ആണെന്നും പറയുന്നു. അതുകൊണ്ട് വയറിളക്കം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖക്കുരുവൊക്കെ ഉണ്ടല്ലോ, ഈ മുഖക്കുരുവിനൊക്കെ ഈ കസ്തൂരി മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഇത് പരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്ന് പറയുന്നുണ്ട്. ഇത് രോമാവൃതമായ ചെടിയാണിത്. നമ്മളെ ഇലകളിലൊക്കെ ശരിക്കും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് രോമാവൃതമായിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ ഔഷധമായിട്ടുള്ളതാണ്. ഇത് ഉണക്കി പൊടിച്ച് ഡ്രൈ ആയി സൂക്ഷിച്ചിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം, മേടിക്കൊന്നും വേണ്ട. നമുക്ക് തന്നെ നല്ല വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്ക് പൊടിച്ച് സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ പാലുണ്ട്. ഇതിങ്ങനെ ഒടിക്കുമ്പോൾ ഒരു ചെറിയ ഇങ്ങനെ പാല് പോലെ വരും, ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒടിക്കുമ്പോൾ കണ്ടോ, ഇത് ഒടിക്കുമ്പോൾ ഇങ്ങനെ അതും നമ്മളിങ്ങനെ അരിമ്പാറയിലൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് പരട്ടി കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്, അടന്നു പോകുന്നതാണ് പറയുന്നത്. ഇത് കിള്ളി എടുത്താലും ഇത് നല്ലോണം തളിർത്ത് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു സസ്യമാണിത്. പെട്ടെന്ന് ഇത് കണ്ടോ പാല് വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇത് അകത്തേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ പൊടിയൊക്കെ അകത്തേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം കേട്ടോ. നമുക്ക് ചർമ്മത്തിലൊക്കെ നല്ലോണം യൂസ് ചെയ്യാം, മുഖക്കുരുവിനായാലും അരിമ്പാറക്കായാലും യൂസ് ചെയ്യാം. പക്ഷെ അകത്ത് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ അഭിപ്രായം ചോദിക്കണം, കാരണം ഇതിന് ഗുണമുള്ളതുപോലെ സൈഡ് എഫക്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിന് രക്തസമ്മർദ്ദം കുറക്കുന്ന ഒരു സംയുക്തമൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗർഭിണികൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഗർഭിണികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലൊരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കാണുമ്പോൾ പറിച്ച് കളയരുത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സംരക്ഷിച്ച് വളർത്തേണ്ട ഒരു ചെടിയാണെന്ന് നമ്മൾ ഈ ചെടിയെ കാണുമ്പോൾ ഒന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.